സ്നേഹത്തോടും ഒത്തിരി ആദരവോടും അഭിഷക്ത കർത്തദാസനും ദൈവസഭയ്ക്കും വന്ദനം പറയുന്നു. ഈ മാസത്തിന്റെ പ്രാരംഭ വെള്ളിയാഴ്ചയും ദൈവമക്കളോടൊപ്പം ആയിരിക്കാൻ, ദൈവസഭയോടൊപ്പം ആയിരിക്കാൻ, അഭിഷക്ത കർത്തദാസനോടും കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സ്വർഗമൊരുക്കിയ വലിയ കൃപയ്ക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നന്ദിയും സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഈ ഒരു മാസക്കാലം അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും മാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ 3.5 വർഷത്തെ നീണ്ട വരൾച്ചയ്ക്കപ്പുറം ആ 3.5 വർഷങ്ങളിൽ കേൾക്കാതിരുന്ന ഒരു മഴയുടെ മുഴക്കം ഏലിയാവ് കേട്ടതുപോലെ ദീർഘനാളുകളായി കേൾക്കാതിരിക്കുന്ന ചില ശുഭവർത്തമാനങ്ങൾ, ദീർഘനാളുകളായി അനുഭവ്യമല്ലാതിരിക്കുന്ന ചില പുതിയ ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്കൊക്കെ ദൈവത്താൽ പിടിച്ച് നടത്തപ്പെടുന്ന ഒരു മാസമായിരിക്കട്ടെ ഈ മാസമെന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ തിരുവെഴുത്തിലെ 2 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് ആരംഭത്തിൽ കടന്നു പോകാം. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അവിടെയാണ് ആരംഭിക്കുന്നത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്തതായി തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 1 തിമോഥെയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ താമസിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും, തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ താമസിച്ചു പോയാലോ എന്ന് പറയുന്ന ഒരു ഭാഗവുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 2 വാക്യത്തെ കൂടെ നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്നും, തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് വേഗത്തിൽ വരുവാൻ ആശിക്കുന്നു, പക്ഷേ പൗലോസ് വേഗത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരുപക്ഷെ താമസിച്ചു പോയാലോ. അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ ദൈവികമായ വിഷയവും തിമോഥെയോസിന്റെ ലേഖനത്തിൽ മാനുഷികമായ വിഷയവുമാണ് പറയുന്നത്. എന്നാൽ ഈ 2 വാക്യങ്ങളെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. താമസിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും താമസിച്ചു പോയാലോ എന്ന് പറയുന്നതായ ഒരു ഭാഗവും. സഹോദരങ്ങളെ, ഈ 2 വാക്യങ്ങളെയും കൂടെ ചേർത്ത് പഴയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഹബക്കൂക്കിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. ആരംഭത്തിൽ പറയുകയാണ് സമയം തെറ്റുകയില്ല, എന്നാൽ അതിനോട് ചേർത്ത് പറയുകയാണ് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, താമസിക്കുകയുമില്ല. ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടാണ് ഈ വാക്യം പറയുന്നത്. സമയം തെറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുകയാണ് താമസിച്ചാലും കാത്തിരിക്കാൻ, എന്നിട്ട് അടുത്തത് പറയുകയാണ് അത് വൈകിയാലും വരുമെന്ന്, എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ് അത് താമസിക്കത്തേ ഇല്ലെന്ന്. ഇത് ഈ വാക്യത്തെ ആശയക്കുഴപ്പം ഉണ്ടാകാവുന്ന, വേണമെങ്കിൽ ബൈബിളിനെ വിമർശിക്കുന്നവർക്കൊക്കെ വിരോധാഭാസം എന്ന് വിളിച്ചു പറയാവുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെയൊക്കെ ഡെപ്തിലേക്ക് നാം പലപ്പോഴും കടന്നിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് തന്നെ ആ വാക്യത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. 1-ാമത്തെ ഭാഗം താമസിക്കുകയില്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് ദൈവസഭയോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 1, ചിലത് താമസിക്കത്തില്ല എന്ന് നിങ്ങളോട് പറയാൻ. 2, ചിലത് താമസിക്കുമെങ്കിലും നിങ്ങൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ളതിനെ കുറിച്ച് പറയാൻ. സഹോദരങ്ങളെ, ദൈവം താമസിക്കുകയില്ല. യെഹെസ്കേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെഹെസ്കേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച്, യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. ശ്രദ്ധിക്കണമേ, യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. സ്തോത്രം. അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ അത് താമസിയാതെ നിവർത്തിയാകും. മത്സരഗ്രഹമേ, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന്
യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്ന കാര്യം ഞാൻ സംസാരിക്കുന്നത് നിവർത്തിക്കപ്പെടും, അത് താമസിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തിഗതമായി പറയുന്നു, ദൈവം സംസാരിക്കുന്നത് താമസിക്കത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ താമസിക്കത്തില്ല. ദൈവം നൽകിയ ഉറപ്പുകൾ താമസിക്കത്തില്ല. ദൈവത്തിന്റെ വചനം താമസിക്കത്തില്ല. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ്, നിങ്ങളുടെ കാലത്ത് ഞാൻ സംസാരിച്ചാൽ, നിങ്ങളുടെ കാലത്ത് ഒരു വാഗ്ദത്തം നൽകിയാൽ, നിങ്ങളുടെ കാലത്ത് ഒരു പ്രോമിസ് ചെയ്താൽ, അത് നിങ്ങളുടെ മക്കളുടെ കാലത്തോ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാലത്തോ നിവർത്തീകരിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ കാലത്ത് ഞാൻ പ്രസ്താവിക്കുകയും നിങ്ങളുടെ കാലത്തു തന്നെ ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെയോ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കാലത്തിൽ നടന്നില്ലെങ്കിലും നിങ്ങളുടെ മക്കളുടെ കാലത്തെങ്കിലും ദൈവം ചെയ്തു തരുവാൻ വിശ്വസ്തനാണെന്ന് നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. പക്ഷേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ദൈവം അതിനെ കറക്റ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞത് എന്നെങ്കിലും ഒരു കാലത്ത്, തലമുറകളിൽ എവിടെയെങ്കിലുമല്ല, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ നിങ്ങളുടെ കാലത്ത് പ്രസ്താവിക്കുകയും നിങ്ങളുടെ കാലത്ത് നിവർത്തീകരിക്കുകയും ചെയ്യും. വാഗ്ദത്തങ്ങൾ കേട്ട കാതുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വാഗ്ദത്ത പൂർത്തീകരണം കാണുന്ന കണ്ണുകളാണ് നിങ്ങളുടേത്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, എന്റെ കാതുകളിൽ കൊണ്ട് കേട്ട വാഗ്ദത്തം എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണും. അതാണ് ഇവിടെ യെഹെസ്കേലിന്റെ അടുക്കൽ പറയുന്നത്, മത്സരഗ്രഹമേ നിങ്ങൾ കേൾക്കുക, ഞാൻ അരുളി ചെയ്തത് നിന്റെ കാലത്ത് ഞാൻ അരുളി ചെയ്തത് നിന്റെ കാലത്ത് തന്നെ ഞാൻ നിവർത്തീകരിക്കും, അത് താമസിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനം വാഗ്ദത്തങ്ങളുടെ മേൽ സ്തോത്രം ചെയ്താട്ടെ, വാഗ്ദത്തങ്ങളുടെ മേൽ ആമേൻ പറഞ്ഞാട്ടെ. അത് ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു തലമുറയിലല്ല, നിങ്ങളുടെ കാലഘട്ടത്തിൽ, നിങ്ങളുടെ കാലത്ത്, ഈ കാലത്തിൽ തന്നെ അത് നിവർത്തീകരിക്കപ്പെടും. തക്ക സമയത്ത് നിറവേറുവാനുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ശിമയോന്റെ അടുക്കൽ ശിമയോൻ സ്തോത്രം ശാസ്ത്രിമാരിൽ ഒരാളായിരുന്നു. യേശു കർത്താവ് യേശു കുഞ്ഞിനെ കൊണ്ട് ദൈവാലയത്തിലേക്ക് മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തിയ ശിമയോൻ ഇസ്രായേലിന്റെ ശാസ്ത്രിമാരിൽ ഒരാളായിരുന്നു. ഗ്രീക്ക് യവന വിപ്ലവകാലം കടന്നു വരുമ്പോൾ യവനന്മാർ ഏറ്റവും കൂടുതലായി അക്ഷരത്തിനും വിജ്ഞാനത്തിനും അവർ പ്രാമുഖ്യം കൊടുത്തിരുന്നവരാണ്. ആകയാൽ അവർ ഒരു ഇന്റർനാഷണൽ ലൈബ്രറി ഗ്രീസിൽ ഉണ്ടാക്കുന്ന സമയമാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് സകല മതങ്ങളുടെയും സകല ലോകത്തിലെ സകല സംസ്കാരങ്ങളുടെയും കൈയെഴുത്തുകൾ അതിനകത്ത് സൂക്ഷിച്ചു. ആകയാൽ യഹൂദന്മാരുടെ അടുക്കൽ ഈ യവനന്മാർ പറഞ്ഞു, നിങ്ങളുടെ മതഗ്രന്ഥം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത് സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അവിടെ നിന്നാണ് സെപ്റ്റുജിന്റ് ബൈബിൾ പരിഭാഷകൾ മുഴുവനും ആരംഭിക്കുന്നത്. ഇത് യേശു ജനിച്ചതിന് ശേഷമല്ല, അപ്പോസ്തലന്മാരല്ല, പകരം ഇസ്രായേലിലെ ശാസ്ത്രിമാർ തന്നെ യേശു ജനിക്കുന്നതിന് മുൻപേ ചെയ്യുന്നതായിട്ടുള്ള കാര്യമായിരുന്നു. സ്തോത്രം. ഈ പരിഭാഷ യജ്ഞത്തിൽ ആകയാൽ ഇതിനു വേണ്ടി ശാസ്ത്രിമാരിൽ കുറെ പേരെ കൂട്ടിയിരുത്തി പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷപ്പെടുത്തുന്ന ഭാഗത്ത് ശിമയോൻ ആ പരിഭാഷാ ഗണങ്ങളിൽ ഒരംഗമായിരുന്നു. അങ്ങനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ താൻ വായിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള വേദഭാഗം താൻ വായിച്ചു. താൻ അവിടെ അത് വായിച്ചപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്ന ഈ പരിഭാഷക സമിതിയിൽ താൻ പറഞ്ഞു, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയത്തില്ല, ഇത് ആശയവിരുദ്ധമായ സംഗതിയാണ്, ഇത് പ്രകൃതിയാൽ ഉള്ള ഒരു സംഗതിയല്ല, ആകയാൽ പ്രവാചകന് തെറ്റുപറ്റിയതായിരിക്കും, നമുക്ക് അതിനെ തിരുത്തി എഴുതാം. യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമാനുവൽ എന്ന് പേർ വിളിക്കും. ഈ കന്യക എന്ന് പറയുന്നത് ഒരു യൗവനക്കാരിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ശിമയോന് ആ ദിനത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ദൂതൻ ശിമയോനോട് പറഞ്ഞു, ശിമയോൻ, നീ എന്താ ചിന്തിച്ചത്? ഈ കന്യക ഗർഭിണിയാകുമെന്ന് പറയുന്ന പ്രകൃതിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം നടക്കത്തില്ലെന്നോ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് പറയാം, അത് കണ്ടിട്ട് നീ മരിച്ചാൽ മതിയെന്ന്. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ 360 വയസ്സുണ്ടായിരുന്നു ശിമയോൻ. കർത്താവായ യേശുവിനെ കയ്യിലേന്തി പുകഴ്ത്തുമ്പോൾ 360 വയസ്സുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ സകല മനുഷ്യരും 120 വയസ്സിനപ്പുറം ജീവിക്കാത്ത മനുഷ്യരായിരുന്നു. പക്ഷെ ശിമയോൻ പിന്നെയും 2 മടങ്ങ് കൂടെ ജീവിച്ചു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേട്ടവൻ അത് കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് ദൈവമക്കളെ, വിശ്വസിക്ക് ദൈവ പൈതലെ, നിന്റെ കാതുകൾ കേട്ട വാഗ്ദത്തം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ഇന്ന് പകൽ എന്നോട് ചേർന്നൊന്ന് അതിനെ ഡിക്ലെയർ ചെയ്താട്ടെ, എന്റെ കാതുകൾ കൊണ്ട് ഞാൻ കേട്ട വാഗ്ദത്തം
എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണുകയും ചെയ്യും. സ്തോത്രം. നമ്മുടെ കാലത്തു തന്നെ നാം കേട്ട വചനം നിവർത്തീകരിക്കപ്പെടും. വാഗ്ദത്വങ്ങൾ താമസിക്കത്തില്ല. കർത്താവ് പറയുന്നു, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആകയാൽ 2024 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം, ഒരുങ്ങണം. 2024 നിവർത്തീകരിക്കപ്പെടേണ്ട വാഗ്ദത്വങ്ങൾ കർത്താവ് എന്നെങ്കിലും ചെയ്തു തരുമെന്ന് വിട്ടുകളയരുത്. അതിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. വീണ്ടും യെശയ്യാ പ്രവചനം 46 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 46 അധ്യായം അതിന്റെ അവസാന വാക്യം 46 അധ്യായം 13 വാക്യത്തിലേക്ക് വരുമ്പോൾ 46:13, ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു, അത് ദൂരമായിരിക്കുന്നില്ല, എന്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എന്റെ മഹത്വവും നൽകും എന്ന് പറയുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, എന്റെ നീതി ദൂരമായിരിക്കത്തില്ല. രണ്ട്, എന്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാനതിനെ ചുരുക്കി പറയാം, ദൈവത്തിന്റെ നീതി താമസിക്കുകയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നീതി താമസിക്കുകയില്ല. എവിടെ നിങ്ങൾ അന്യായം അനുഭവിച്ചോ, എവിടെ നിങ്ങൾ അനീതി അനുഭവിച്ചോ, ഇന്ന് രാത്രി ദൈവം ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നീതിമാനാണ്. അവൻ തന്റെ നീതിയെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അവിടെ പറയുകയാണ്, നീതി സമീപമായി ഇരിക്കുന്നു, രക്ഷ താമസിക്കുകയുമില്ല. ദൈവം നിന്റെ ശത്രുവിന് മധ്യേ നീതിയായി ന്യായം വിധിക്കുന്ന ദൈവം. യാക്കോബ് ലാബാന്റെ ഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്, കഴിഞ്ഞ രാത്രി ദൈവം എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിച്ചു. വാസ്തവത്തിൽ യാക്കോബ് പറയുന്നതിനപ്പുറമായി ദൈവം നീതിയായി യാക്കോബിന് വേണ്ടി വിധിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി മാത്രമല്ല യാക്കോബിന് വേണ്ടി ദൈവം നീതിയായി ന്യായം വിധിച്ചത്. പകരം ദൈവം ലാബാൻ ലേയെ യാക്കോബിന് നൽകി യാക്കോബിനെ പറ്റിക്കുന്നുവെന്ന് തോന്നുമ്പോൾ ദൈവം ലേയെ യാക്കോബിനൊരു അനുഗ്രഹമാക്കി കൊടുത്തു. യാക്കോബിന്റെ പ്രബലരായ പുത്രന്മാരൊക്കെ ജനിക്കുവാൻ ലേയ ഒരു കാരണമായി തീർന്നു. നോക്കൂ, ലാബാൻ യാക്കോബിന് മേൽ അടിച്ചു ഏൽപ്പിച്ചതായിട്ടുള്ള ഒരു ഗുണകരമല്ലാത്ത വിഷയമെന്ന് അവന്റെ വീട്ടിൽ നിന്ന് അവൻ ഒഴിവാക്കി കളയുന്നത് പോലെ അവന് വേറെ ഒരാളുടെ പക്കൽ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ് അവൻ യാക്കോബിന്റെ മേൽ അവന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ദൈവം ലേയിൽ കൂടെ ഒരു നീതിയെ വെളിപ്പെടുത്തി. ലാബാനെ, നിനക്ക് ലേയ ഒരു ഭാരമായിരിക്കും, പക്ഷെ യാക്കോബിന്റെ കയ്യിൽ ലേയ വന്നപ്പോൾ യാക്കോബിന്റെ ഗോത്രങ്ങളെ പണിതെടുക്കുവാൻ, യാക്കോബിന്റെ തലമുറകളെ പണിതെടുക്കുവാൻ തക്കവണ്ണം ദൈവം പ്രയോജനപ്പെടുത്തി. ലേയിൽ കൂടെ ദൈവം തന്റെ നീതിയും ലേയിൽ കൂടെ ദൈവം തന്റെ ന്യായവും വെളിപ്പെടുത്തി. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റുമ്പോഴും ദൈവം ഈ യാക്കോബിനോട് നീതിമാനായിരുന്നു. നീതി, നീതി, നീതി. ഇന്നെന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ദൈവം നീതിമാനാണ്. അവന്റെ നീതി താമസിക്കത്തില്ല, നീതി താമസിക്കത്തില്ല, രക്ഷ താമസിക്കത്തില്ല. എന്നിട്ട് ആ നീതിയും രക്ഷയും താമസിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, സിയോനിൽ രക്ഷയും ഇസ്രായേലിൽ ദൈവത്തിന്റെ മഹത്വവും നൽകും. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എന്റെ മഹത്വവും നൽകും. ദൈവത്തിന്റെ നീതി അത് ഇസ്രായേലിന്റെ മഹത്വമാണ്. ഇന്ന് പകൽ അതരം തുറന്ന് പറഞ്ഞാട്ട്, ദൈവത്തിന്റെ നീതി എന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ നീതി താമസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, the righteousness of God will not tarry, it will not be far away എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം your glory is near to you. ദൈവത്തിന്റെ നീതി നിനക്ക് സമീപമായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ മാഗ്നിഫൈ ചെയ്യുന്ന, ദൈവം നിന്നെ മാനിക്കുന്ന, ദൈവം നിന്നെ മഹത്വീകരിക്കുന്ന സമയം വിദൂരതയിൽ അല്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസിച്ചാട്ടെ, എന്റെ ശുശ്രൂഷ മഹത്വീകരിക്കപ്പെടുന്ന, എന്റെ കുടുംബം മഹത്വീകരിക്കപ്പെടുന്ന, എന്റെ ജീവിതം മഹത്വീകരിക്കപ്പെടുന്ന നാളുകൾ വിദൂരമല്ല. ഇന്ന് പകൽക്കാലം നിന്നയുടെ നീർച്ചുഴികൾക്കപ്പുറത്ത്, അപമാനത്തിന്റെ മൂടുപടങ്ങൾക്കപ്പുറത്ത്, വെല്ലുവിളിയുടെയും വിമർശനത്തിന്റെയും വാക്ശരങ്ങൾക്കപ്പുറം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാനിക്കും, മഹത്വീകരിക്കും. നീ മഹത്വീകരിക്കപ്പെടുന്ന ദിവസം വിദൂരതയിലല്ല, നീ മഹത്വീകരിക്കപ്പെടുന്ന സമയം വിദൂരതയിലല്ല. ദൈവം നിന്നെ മഹത്വീകരിക്കും. ഇസ്രായേലിന് അവൻ തന്റെ മഹത്വത്തെ നൽകും എന്നാണ് പറയുന്നത്. ആകയാൽ ഇന്ന് വിശ്വസിക്ക്, സ്തോത്രം ചെയ്യും. താമസിക്കുകയില്ല, എന്റെ മഹത്വം താമസിക്കുകയില്ല. ദൈവത്തിന്റെ നീതി എന്നാൽ ദൈവത്തിന്റെ മഹത്വം. ദൈവം തന്റെ ജനത്തെ മഹത്വീകരിക്കും.
ാണ്. വീണ്ടും ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു വിടുന്നുവെന്നേ ഉള്ളൂ. അത് ദൈവമക്കൾക്ക് അറിവിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം, അറിവിന് വേണ്ടി പറഞ്ഞു പോകുന്നു, അതിനെ വിശദീകരിക്കുന്നില്ല. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. അടുത്ത ഭാഗം, തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിക്കാതെ നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവനെ അവൻ താമസിക്കാതെ നേരിട്ട് പകരം കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നീതിയായി ന്യായം വിധിക്കുക മാത്രമല്ല, ശത്രുവിനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ സർവ്വസന്നാഹത്തോടും ശക്തിയോടും കൂടെ ദൈവം പ്രവർത്തിക്കും. ശത്രുവിനെ ദൈവം സംഹരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ പകയ്ക്കുന്ന, നിന്റെ വിശ്വാസത്തെ പകയ്ക്കുന്ന, നിനക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രു മണ്ഡലങ്ങളെ ദൈവം നശിപ്പിക്കാൻ താമസിക്കുമെന്ന് കരുതരുത്. ഇംഗ്ലീഷിൽ പറയുന്നത്, ദൈവം അതിനെ നശിപ്പിക്കുവാൻ മടി പിടിച്ചിരിക്കുന്നില്ല. ഹി നെവർ സ്ലാക്കത്ത് ടു ഡിസ്ട്രോയ് ദം. ഇന്ന് പകൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ വട്ടം ചുറ്റി വേട്ടയാടി തല ഉയർത്തി നിൽക്കുന്ന അന്ധകാര ശക്തികളെ നോക്കി പറ, താമസിക്കാതെ ദൈവം ചിലതിനെ നശിപ്പിക്കും. താമസിക്കാതെ ദൈവം ചിലതിനെ നശിപ്പിക്കും. 2024 ജൂലൈ മാസത്തിൽ ദൈവസന്നിധാനത്തിങ്കൽ ദൂത് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശ്വസിച്ച് ഉറപ്പോടെ നീ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യും. അവൻ താമസിക്കാതെ ചിലതിനെ നശിപ്പിച്ചു കളയും. ആവർത്തനം 7:10 ഞാൻ ആവർത്തിക്കുകയാണ്: തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ദൈവം പ്രതികാരത്തിന്റെ ദൈവമാണ്. തന്റെ ഭക്തനെ, തന്റെ വൃതനെ, തന്റെ ദാസനെ അലട്ടുന്ന വിഷയങ്ങളിൽ ദൈവം സ്ലാക്ക് ചെയ്യില്ല. ദൈവം നിസ്സംഗതയോടുകൂടെ, ദൈവം നിസാരവതയോടുകൂടെ, ദൈവം ആ വിഷയത്തിൽ ഉറക്കം തൂങ്ങി ഇരിക്കത്തില്ല. താമസിയാതെ പകരം നൽകും. താമസിയാതെ പകരം നൽകും. നിന്റെ ദൈവം എവിടെയെന്ന് ശത്രു ചോദിപ്പാൻ ഇടവരുത്തില്ല. മിദ്യാന്യർ ഇസ്രായേലിനെ അലട്ടി അവരുടെ വിളവുകളെ നശിപ്പിക്കുന്ന കാലത്ത് ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങളുടെ ദൈവം എവിടെയാണ്? ദൈവമേ, നീ ഞങ്ങളെ നശിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യത്തില്ലേ? നീ ഞങ്ങളെ നശിപ്പിക്കുന്നവരോട് ചോദിക്കത്തില്ലേ എന്ന് ചോദിച്ചോ. എന്നാൽ രക്ഷിക്കുന്ന വീരനായി ഗിദെയോനോടുകൂടെ ഇറങ്ങി വന്ന് ഉരുളുന്ന യവത്തപ്പം മിദ്യാന്യ കൂടാരങ്ങളെ മറിച്ചിടുന്നത് ഗിദെയോന്റെ ആഴ്ചകൾക്കകത്ത്, മാസങ്ങൾക്കകത്ത് ഗിദെയോൻ കണ്ടുവെങ്കിൽ ഇന്ന് തിരിച്ചറിയണം ദൈവ പൈതലേ, നിനക്ക് എതിരായി, നിന്റെ ദൈവത്തിനെതിരായി നിൽക്കുന്ന ശക്തികളെ അവൻ നിസ്സംഗത പുലർത്താതെ നശിപ്പിച്ചു കളയും. അത് ഇന്ന് പകൽക്കാലം വ്യക്തിപരമാകട്ടെ, ഭൂതോപദ്രവങ്ങളാകട്ടെ, രോഗശക്തികളാകട്ടെ, ഏത് വിധത്തിലുള്ളതായിരുന്നാലും അവൻ താമസിയാതെ നശിപ്പിച്ചു കളയും. ഇന്ന് പകൽക്കാലം ദൈവകൃപയ്ക്കകത്ത് നിന്നുകൊണ്ട്, അഭിഷേകത്തിനകത്ത് മറഞ്ഞുകൊണ്ട് ആ വചനത്തെ നിങ്ങളുടെ പോർമണ്ഡലങ്ങളിൽ അപ്ലൈ ചെയ്താട്ടെ. ദൈവം നീതിമാനാണ്. ദൈവം തന്നെ പകയ്ക്കുന്നവന് താമസിക്കാതെ പകരം നൽകും. താമസിക്കാതെ പകരം നൽകും. ആമേൻ. താമസിക്കാതെ പകരം നൽകും. അന്ത്യ ന്യായവിധിയുടെ ദിവസത്തിലല്ല, താമസിക്കാതെ ദൈവം പകരം നൽകും. കൃമിക്കിരയാകുന്ന രാജസിംഹാസനങ്ങളെ അപ്പോസ്തലന്മാർ കണ്ടതുപോലെ പടിവാതിൽക്കൽ പിടഞ്ഞു വീഴുന്ന അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം അപ്പോസ്തല പ്രവർത്തികളിൽ എഴുതി വെച്ചതുപോലെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ നീതി തീയിൽ ചുള്ളി കത്തുന്നതുപോലെ ക്ഷണത്തിൽ വെളിപ്പെടുന്ന നാളുകളെ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ആമേൻ. ഒന്നാമതായി പറയുകയാണ്, താമസിക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാൻ താമസിക്കുകയില്ല. ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ താമസിക്കുകയില്ല. ദൈവത്തിന്റെ പ്രതികാരം വെളിപ്പെടുവാൻ താമസിക്കുകയില്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, മനസ്സിനകത്ത് നിങ്ങൾ അതൊന്ന് ഫീഡ് ചെയ്തുകൊള്ളുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ ദൈവം താമസിക്കുകയില്ല. ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ ദൈവം താമസിക്കുകയില്ല. തന്റെ ഭക്തനെ രക്ഷിക്കുവാൻ ദൈവം താമസിക്കുകയില്ല. അവൻ സിയോനിന് തന്റെ മഹത്വവും ഇസ്രായേലിന് തന്റെ രക്ഷയും നൽകും. അവന്റെ നീതി നിനക്ക് മാന്യതയും മഹത്വവുമായിരിക്കും. മൂന്നാമത് സ്തോത്രം, നിന്റെ പ്രതികാരത്തിൽ അവൻ മയങ്ങത്തില്ല. നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യാതെ അവൻ നിസ്സംഗത പുലർത്തത്തില്ല. ദൈവം പ്രതികാരങ്ങളുടെ ദൈവമാണ്. അവൻ താമസിക്കുകയും ഇല്ല. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ചില വിഷയങ്ങൾ താമസിക്കും. വാഗ്ദത്തങ്ങളും ദൂതുകളും ഒക്കെ താമസിക്കുകയില്ല എന്ന് പറയുമ്പോഴും
ഹബക്കൂക്ക് താമസിച്ചാൽ എന്ത് സംഭവിക്കും? ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകത്തില്ല, അത് നടക്കുമെന്ന് പറയുന്നു. എന്നാൽ പറയുകയാണ്, വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. പിന്നെയും പറയുകയാണ്, അത് താമസിക്കുകയില്ല. ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ താമസിക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ എവിടെയോ ചില വേളകളിൽ അത് താമസിക്കുന്നത് നാം കാണേണ്ടി വരാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, വാഗ്ദത്തങ്ങളുടെ വിടുതലുകളുടെ സമയത്തിലേക്ക് ഒരു ദൈവ പൈതൽ അടുക്കുമ്പോൾ അതിനെ താമസിപ്പിക്കുന്ന ദുർശക്തികൾ എഴുന്നേറ്റ് വരും. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ദൈവ പൈതലിന്റെ വിടുതലും വാഗ്ദത്തവും അടുത്തു വരുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്ന, അതിനെ ഹിൻഡർ ചെയ്യുന്ന, അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന evil forces, enmity powers എഴുന്നേറ്റ് വരും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, 9-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം, സ്തോത്രം, മോശയുടെ അടുക്കൽ പറഞ്ഞു, മോശെ, ഇസ്രായേൽ എന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരുടെ ഞരക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു, അവരുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ ചെയ്ത നിയമമോർത്ത് അവർക്ക് വേണ്ടി ഒരുക്കിയ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കും, ഇസ്രായേലിനെ ഞാൻ വീണ്ടെടുത്തു കൊണ്ടുവരും, അതിന്റെ സമയമായി എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെടുവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം അവനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, അതിനെ തടഞ്ഞ് അവന്റെ വിടുതലിനെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ഫറവോന്യ ബെൽറ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ദൈവ പൈതലിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് അവൻ അടുക്കുമ്പോൾ, ഒരു ദൈവ പൈതലിന്റെ അനുഗ്രഹത്തിലേക്ക് അവൻ കയറുമ്പോൾ, അവനെ അതിലേക്ക് കയറ്റത്തില്ലെന്നും അവന്റെ തലമുറകളെ അതിന്റെ നന്മ അനുഭവിക്കത്തില്ലെന്നും ആ വാഗ്ദത്തങ്ങളിലേക്ക് അവനെ ഉടനെ കയറ്റത്തില്ലെന്നും പറഞ്ഞ് വാഗ്ദത്തങ്ങളെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു എതിർബലം നിൽക്കും. അതൊരു ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. എന്നാൽ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മിസ്രൈമിന്റെ മേൽ വന്ന ബാധകൾ ഓരോന്നായി പറയുകയാണ്. അതിന്റെ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 28-ാം വാക്യത്തിൽ ഇവിടെ ഫറവോൻ മോശയോട് പറയുകയാണ്, യഹോവയോട് പ്രാർത്ഥിപ്പിൻ, ഈ ഭയങ്കരമായ ഇടിയും കന്മഴയും മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഫറവോൻ ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ ഇനി താമസിപ്പിക്കയില്ല. എന്താണ് ഫറവോൻ? ഞാൻ ഇസ്രായേലിന്റെ വിടുതലിനെ താമസിപ്പിക്കും, ഇസ്രായേലിന്റെ അനുഗ്രഹത്തെ താമസിപ്പിക്കും, ഇസ്രായേലിന്റെ ഉയർച്ചയെ താമസിപ്പിക്കുമെന്ന് വാദിച്ചു നിന്ന ഫറവോനെ നീ എന്താ ഇപ്പൊ ഇനി താമസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത്? ഫറവോൻ പറയുകയാണ്, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാരാണ്, എന്നാൽ ഞാൻ കേട്ടു, ആകാശത്തിൽ നിന്ന് ഇടിയും കന്മഴയും ഞങ്ങളുടെ ദേശത്ത് പെയ്തു. ആ ഇടിയുടെ the mighty thunders and hailings, ആ ഇടിയുടെ മുഴക്കത്തിന് മുൻപാകെ ഞാൻ പറയുകയാണ്, ഞാൻ ഇനി നിന്നെ താമസിപ്പിക്കത്തില്ല. ആമേൻ. ആ കന്മഴ തന്റെ ദേശത്ത് വീണ് നാശസംഹാരങ്ങൾ നടത്തുമ്പോൾ ഫറവോൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഇനി നിന്നെ താമസിപ്പിക്കത്തില്ല. ഇന്ന് പകൽ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ദൈവമക്കളെ. ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, അവന്റെ വാഗ്ദത്തങ്ങളെ താമസിപ്പിക്കുവാൻ പരിശ്രമിച്ചാൽ, അവന്റെ അനുഗ്രഹങ്ങളെ താമസിപ്പിക്കുവാൻ പരിശ്രമിച്ചാൽ, സ്വർഗം അതിനകത്ത് ഇടപെടും. ആകാശത്ത് നിന്ന് നാദം മുഴങ്ങും, സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് കന്മഴ പെയ്യും. ഇവിടെ ഫറവോൻ പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളെ താമസിപ്പിക്കയില്ല. ദൈവജനത്തിന്റെ വാഗ്ദത്വങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ നിറവേറ്റപ്പെടേണ്ടത് സമയത്ത് നിറവേറ്റപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ്, അനുഗ്രഹിക്കപ്പെടേണ്ടത് സമയത്ത് അനുഗ്രഹിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ്, പുറത്തു വരേണ്ടത് സമയത്ത് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ്, മാനിക്കപ്പെടേണ്ടത് സമയത്ത് മാനിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ്, സ്വതന്ത്രമാകേണ്ടത് സമയത്ത് സ്വതന്ത്രമാകത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ഫറവോന്യ ബലങ്ങളെ നോക്കി ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് കയറി വാ, ആത്മാവിൽ സ്തോത്രം ചെയ്ത് ബലപ്പെടു ദൈവ പൈതലേ. ഉറപ്പായും ഞാൻ ദൈവിക വചനത്തിന്റെ അധികാരത്തിൽ വിളിച്ചു പറയുന്നു. ഫറവോൻ വായ് തുറന്ന് വിളിച്ചു പറഞ്ഞു, എനിക്കിനി നിങ്ങളെ താമസിപ്പിക്കാൻ കഴിയത്തില്ല, ഞാൻ ഇനി നിങ്ങളെ താമസിപ്പിക്കത്തില്ല, ഞാൻ വിട്ടയക്കാമെന്ന് ഇന്ന് പകൽ കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ ഫറവോന്യ അധികാരങ്ങളുടെ നേരെ ഞാൻ ദൈവിക കരവലയത്തിന്റെ സ്പർശനത്തെ കണ്ട് സ്തോത്രം ചെയ്യുന്നു.
യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾക്ക് എതിർ നിൽക്കുന്ന, വിടുതലുകൾക്ക് താമസം വരുത്തുന്ന, അനുഗ്രഹങ്ങൾക്ക് ഉയർച്ചകൾക്കും താമസം വരുത്തുന്ന ഫറവോന്യ ശക്തികളുടെ മേൽ സ്വർഗീയ ഇടിമുഴങ്ങുന്ന ദിവസങ്ങൾ, സ്വർഗീയ കന്മഴ വീഴുന്ന മാസങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ വാഗ്ദത്തങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ സമയം തെറ്റിക്കുവാൻ, താമസിപ്പിക്കുവാൻ ശത്രുമണ്ഡലങ്ങൾ പദ്ധതി ഇടുമ്പോൾ അവന്റെ മേൽ കന്മഴ പെയ്യിച്ച്, അവന്റെ മേൽ ഇടിമുഴക്കി താമസങ്ങളെ മാറ്റുന്ന ദൈവ പ്രവർത്തിക്ക് സ്തോത്രം, 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 സ്തോത്രം. ഫറവോൻ പറയുകയാണ്, ഞാനിനി നിന്നെ താമസിപ്പിക്കത്തില്ല, ഞാനിനി നിന്നെ താമസിപ്പിക്കത്തില്ല. ഇന്നലകളിൽ വരെ ദൈവജനത്തിന്റെ നന്മകളെ, അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങളെ താമസിപ്പിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം ചില ഇടപെടലുകൾ നടത്തുകയാണ്. ശത്രു സുല്ലിട്ട് വിളിച്ചു പറയാൻ പോവുകയാണ്, ഞാനിനി ഇവനെ താമസിപ്പിക്കത്തില്ല, ഞാനിനി ഇവനെ താമസിപ്പിക്കത്തില്ല, ഞാനിനി ഇവനെ താമസിപ്പിക്കത്തില്ല. നിന്റെ ഫയലുകൾ താമസിക്കത്തില്ല, നിന്റെ ശുശ്രൂഷകൾ താമസിക്കത്തില്ല, നിന്റെ തലമുറയുടെ നന്മകൾ താമസിക്കത്തില്ല, നിന്റെ പ്രമോഷനുകൾ താമസിക്കത്തില്ല, നിന്റെ അനുഗ്രഹം താമസിക്കത്തില്ല, നിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണങ്ങൾ താമസിക്കത്തില്ല, നിനക്ക് സന്തതി ഉണ്ടാകേണ്ട ദിവസം താമസിക്കത്തില്ല, നിന്റെ മാന്യതയുടെ ദിവസം താമസിപ്പിക്കത്തില്ല, നിന്നെ താമസിപ്പിക്കും സമയത്ത് നിന്റെ കയ്യിൽ വരത്തില്ല എന്ന് പറഞ്ഞ് വഴിയിൽ തടഞ്ഞു നിർത്തുന്ന പൈശാചിക ബലങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസിക്ക് ദൈവ പൈതലേ, ഈ വീക്കെൻഡ് കഴിഞ്ഞ് നീ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ദൈവശക്തി വ്യാപരിച്ചതിന്റെ വ്യക്തമായ അടയാളങ്ങൾ നീ കാണും. ഈ പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടലുകൾ സംഭവിച്ചതിന്റെ അടയാളങ്ങൾ നീ കാണും. ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ. ഇന്നലകളിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട വിഷയങ്ങളെ ദൈവം വഴി മാറ്റി വേഗതയിലാക്കുന്നതിനെ കാണുവാൻ സ്തോത്രം, 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 സ്തോത്രം. കണ്ടോ, ശത്രു താമസിപ്പിക്കുകയാണ്. ശത്രു താമസിപ്പിക്കുന്നതിനെ ദൈവം ഇടിമുഴക്കി കന്മഴ പെയ്യിച്ച് ദൈവം അതിനെ സ്പീഡപ്പ് ആക്കുകയാണ്. താമസിപ്പിക്കുന്ന ദുർശക്തികൾ സുല്ലിട്ട് പറഞ്ഞു, ഇനി ഞാൻ താമസിപ്പിക്കത്തില്ല. താമസിപ്പിച്ച ദുർശക്തികൾ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ താമസിപ്പിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ താമസിക്കുമ്പോൾ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തിയെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സൊദോമിലേക്ക് കടന്നു ചെന്ന ദൂതന്മാർ ലോത്തിനെ വിടുവിക്കുന്നതാണ്. അവൻ താമസിച്ചപ്പോൾ, ആര് താമസിച്ചപ്പോൾ? ലോത്ത് താമസിച്ചപ്പോൾ, അവൻ താമസിച്ചപ്പോൾ. നമ്മുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങൾക്കും താമസം വരുന്നത് മാനുഷികമായി നമ്മുടെ പരാജയമായിരിക്കാം, മാനുഷികമായി നമ്മുടെ കുറവായിരിക്കാം, നമ്മുടെ ഉത്തരവാദിത്ത കുറവായിരിക്കാം, നമ്മുടെ ശ്രദ്ധക്കുറവായിരിക്കാം, നമ്മുടെ പ്രാർത്ഥന കുറവായിരിക്കാം. അവൻ താമസിച്ചപ്പോൾ ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. പക്ഷേ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുഴപ്പം കൊണ്ട് ദൈവം, ലോത്തിന്റെ കുഴപ്പം കൊണ്ട്, ലോത്തിന്റെ താമസം കൊണ്ട് ലോത്തിന്റെ വിടുതലിനെ ദൈവം താമസിപ്പിച്ചില്ല. ഇന്ന് പകൽ വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാ ദൈവം ഇതൊന്നും ചെയ്തു തരാത്തതെന്ന്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണോ ദൈവം എല്ലാം ചെയ്തു തന്നത്? അല്ല. നമ്മുടെ നീതിയെക്കാട്ടിലും ദൈവത്തിന്റെ നീതി ഉന്നതമാണ്. നമ്മുടെ നീതിയൊക്കെ കറപുരണ്ട വസ്ത്രം പോലെയാണ്. ലോത്ത് താമസിച്ചു. ലോത്ത് താമസിച്ചപ്പോൾ ലോത്തിന്റെ സ്ലോത്ത്ഫുൾനെസ്സിൽ, ലോത്തിന്റെ മടിക്കകത്ത്, ലോത്തിന്റെ നിസ്സംഗതയ്ക്കകത്ത് ലോത്തിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം മാറിയില്ല. 19-16 പറയുകയാണ്, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. ഹോലി സ്പിരിറ്റ് ഈ ലോത്ത് താമസിച്ച വിഷയത്തിൽ ദൈവം ഒരു ദൂതനെ കൊണ്ട് അവന്റെ കൈക്ക് പിടിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളുടെ വിഷയങ്ങൾ താമസിക്കുമ്പോൾ ദൂതൻ അതിനകത്ത് ഇടപെടും. ദൂതൻ ഇടപെടും. ആകാശത്ത് നിന്ന് ഇടിമുഴക്കി കന്മഴ പെയ്തു. എന്നാൽ ഇവിടെ താമസിക്കുന്ന വിഷയത്തിൽ ദൂതൻ ഇടപെടുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹിദ്ദേക്കൽ നദീതീരത്ത് ദർശനങ്ങളുടെ വിവശതയിൽ പ്രാർത്ഥനയിലേക്ക് കയറുന്ന, സ്വാദുഭോജനം കഴിക്കാതെ പ്രാർത്ഥനയിലേക്ക് കയറുന്ന, ഉപവാസത്തിൽ കയറുന്ന ദാനിയേലിനെ നമുക്ക് കാണാം. ദാനിയേൽ പ്രാർത്ഥന ആരംഭിച്ചു. എന്നാൽ പ്രാർത്ഥനയുടെ ദിനങ്ങൾ നീണ്ടുപോവുകയാണ്.
ഒരു ശബ്ദം കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല. ദാനിയേൽ അറിഞ്ഞിട്ടുള്ളത് ഏലിയാവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ഉടനെ ദൈവം ഇടപെട്ടതാ. പക്ഷെ ദിനരാത്രങ്ങൾ നീണ്ടിട്ടും ദാനിയേലിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. എന്നാൽ 21-ാമത്തെ ദിവസം ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ദാനിയേലിന്റെ അടുക്കൽ വന്നു നിന്നു. എന്നിട്ട് പറയുക, നിന്റെ പ്രാർത്ഥന ആരംഭിച്ച ദിവസം തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു. എന്നാൽ പേർഷ്യൻ പ്രഭു, ഈ ദേശാധിപതി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ താമസിപ്പിക്കുകയായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ അവന്റെ സൈന്യവുമായി കടന്നു വന്ന് ദേശാധിപ ബലത്തെ പിടിച്ചു കെട്ടി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ വേഗതയിലേക്ക് കൊണ്ടുവന്നു. ഹോലി സ്പിരിറ്റ്, ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ഹിൻഡർ ചെയ്യുന്ന, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഏതൊരു ഈവിൽ ഫോഴ്സ് ഉണ്ടെങ്കിലും, അതൊരു ദേശാധിപ, അതൊരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ആകട്ടെ, അതൊരു നാഷണൽ സ്പിരിറ്റ് ആകട്ടെ, അത് ഏത് ഈവിൽ ഡൊമീനിയൻസ്, പവേഴ്സ്, അതോറിറ്റിയും ആകട്ടെ, ഇന്ന് പകൽ സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ദൂതന്റെ സാന്നിധ്യത്തിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ദൂതന്റെ അധികാരത്തിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ദൂതന്റെ കൈപ്പിടിക്കകത്ത് കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. കത്തി അമരുന്ന സ്വദോം ഗൊമോറയ്ക്ക് പുറത്തു നിൽക്കുന്ന ലോത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കാം, ലോത്ത്, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെയാണ് സ്വദോമിൽ നിന്ന് വെളിയിൽ വന്നത്? ലോത്ത് പറയും, എന്റെ കൈക്ക് ദൂതൻ പിടിച്ചു. ഹേ ഹരബശലരാദിയ, ലോത്തേ, നീയും നിന്റെ കുടുംബവും ഇത്ര പെട്ടെന്ന് എങ്ങനാ ഈ നാശത്തിൽ നിന്ന്, ഈ സംഹാരത്തിൽ നിന്ന് പുറത്തു വന്നത്? ലോത്തിന് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ ദൂതൻ കയറി, ഞങ്ങളുടെ കൈക്ക് ദൂതൻ പിടിച്ചു. ആ ദൂതൻ ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്പീഡ് മാറി. ഞങ്ങളെ ആ ദൂതൻ പൊക്കിയെടുത്ത് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ വേഗതയിൽ ഓടിയാൽ മൈലുകൾ ഉണ്ടായിരുന്നു, ദിനരാത്രങ്ങൾ വേണ്ടി വരുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയപ്പോൾ, ദൈവത്തിന്റെ ദൂതൻ ഞങ്ങളുടെ കൈക്ക് പിടിച്ചപ്പോൾ, അസാധാരണ വേഗത, അൺയൂഷ്വൽ സ്പീഡ്, സൂപ്പർ നാച്ചുറൽ സ്പീഡ്, എക്സ്ട്രാ ഓർഡിനറി സ്പീഡ് ഞങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കാര്യങ്ങൾ താമസിച്ചു പോയാലോ ദൈവം കാര്യങ്ങളെ വേഗതയിലാക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ ദൂതന്മാരെ അയച്ചു വേഗതയിലാക്കുന്നതിനെ വിശ്വസിച്ച് കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ വിഷയങ്ങളെ ശത്രു ലേറ്റ് ആക്കുമ്പോൾ, നിന്റെ സ്ലോഫുൾനെസ് അകത്ത് ചിലതൊക്കെ ഡിലേ ആകുമ്പോൾ, ഏഞ്ചലിക് റലം അതിനകത്ത് ആക്ടിവേറ്റ് ആവുകയാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഡിലേ ആകുന്നുവെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് അതിന്മേൽ ഏഞ്ചലിക് റലം ഓപ്പൺ ആകട്ടെ, അതിന്മേൽ ഏഞ്ചലിക് റലം ആക്ടിവേറ്റ് ആകട്ടെ, അതിന്മേൽ ദൂതന്മാരുടെ തലം ആക്ടിവേറ്റ് ആകട്ടെ. ഒരു നിമിഷം അധരം തുറന്ന് വിശ്വസിക്കുന്ന ദൈവജനം പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഞങ്ങൾ കാത്തിരുന്നിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ, അത് പൈശാചിക ബലങ്ങൾ തടയുന്നതാകട്ടെ, ടെറിട്ടോറിയൽ സ്പിരിറ്റോ ഡിമോണിക് അതോറിറ്റീസോ വഴിയടയ്ക്കുന്നതാകട്ടെ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ഏഞ്ചലിക് റലം ഓപ്പൺ ആകട്ടെ, അതിനകത്ത് ഏഞ്ചലിക് അതോറിറ്റി അപ്ലൈ ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കണമേ. കർത്താവേ, ദാനിയേലിന് വേണ്ടി മീഖായേലിനെ അയച്ച് പേർഷ്യൻ പ്രഭുവിന്റെ ബലത്തെ കെടുത്തിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ചില ദൂതന്മാർ അയക്കപ്പെടട്ടെ. ഈ 2024 ജൂലൈ മാസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതന്മാർ, തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ദൂതന്മാർ, ഞങ്ങളുടെ വഴികളിൽ ഇടപെടുന്ന ദൂതന്മാർ, ദൈവത്തിന് അവരോട് കരുണ തോന്നുകയാൽ ദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നതെന്നുള്ള വചനം പോലെ ഞങ്ങളോടുള്ള കരുണ ഒരു angelic റലമായി വെളിപ്പെടട്ടെ. Let the mercy of God be manifested as the angelic interventions. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടു തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ആത്മതലത്തിന്റെ അസാധാരണത്വങ്ങൾ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹോലി സ്പിരിറ്റ് പ്രാർത്ഥനയിൽ തന്നെ ഏകാഗ്രപ്പെട്ടിരുന്നാട്ടെ. ദൈവകൃപ dana dana adebe dagam danam jaro ria praveshel barodi will bana pravs mahavia pray banasi al benam pray gono sana biri bara prevania
Arbana Jene Bravonia. Oh, Legaperadi. Let the mercy of God be manifested as angels. Oh, Rabba Karbuni, Jarapraval, Karbuni, Samaprave, Benekalam, Devatinda Daya, Devatinda Daya, Dudanmara, Velipedam. Oh, Rashelia, Kartavinamano, Karuna Gogayal. അവന്റെ ദൂതന്മാർ അവനെ കൈക്ക് പിടിച്ച് ഡഗത്തുരി വിരികിടകല ഗൈഡവ പ്രവാനിയ ശങ്കരാതി. ഇന്ന് പകൽ ദൈവത്തിന് ഈ കുടുംബത്തോട്, ഈ മിനിസ്ട്രിയോട്, ഈ ജനറേഷനോടുള്ള ദൈവത്തിന്റെ കരുണ ചില ഏഞ്ചലിക് ഇന്റർവെൻഷൻസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. ഇന്ന് പകൽ ഞാൻ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇന്റർസീഡ് ചെയ്യുന്നു. ഇതര പ്രൗഢ മനക്കർ മനസ്യ പ്രോൽ മനസി ബൈതോ നഗസ്യ ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. Dhulanaga, Saradana, Dhibaraga, Sandalaga, Salagana, Saudalaga, Dhibalaga, Saradana, Ardanaga, Sialaba, Haturabana, Kadabala, Karabanasia, Pravani, Arthanasia, Arthanagia, Pravolia, Sharpeni, Mana, Pravasya, Pravani. Oh, Rabakarbanati. You shall see angelic interventions in your issues. And the reason is only the mercy of God. ദൈവത്തിന്റെ കരുണ നിനക്ക് വേണ്ടിയുള്ള ദൂതന്മാരുടെ ഇടപെടലായി വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് അവനോട് കരുണ തോന്നുകയാൽ ദൂതന്മാർ അവന്റെ കൈക്ക് പിടിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നു. ഹോ, ദൈവത്തിന്റെ കരുണ ഒരു ദൂതന്റെ സാന്നിധ്യമായി വെളിപ്പെടുന്നു. ഞാൻ മുൻപേ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഈ വീക്കെൻഡ് കഴിഞ്ഞ് ജോലിക്ക് നിങ്ങളുടെ ഓക്യുപ്പേഷൻ സൈഡിൽ, നിങ്ങളുടെ സെക്യുലർ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ ചില അടയാളങ്ങൾ നിങ്ങൾ കാണും. ജിബാറൗനി മനീഷ പ്രവാനി, നിങ്ങൾ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഈ ആരാധനയ്ക്കകത്ത് മാത്രമുള്ള ഒരു ദൈവ സാന്നിധ്യമല്ല. പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായിട്ട് ആത്മാവിൽ അങ്ങനെ പിന്നെയും ചില മിനിറ്റുകൾ മിനിസ്റ്റർ ചെയ്യാൻ പറയുന്നു. You shall see the miracles, you shall see the wonders, you shall see the signs. നിന്റെ സൊസൈറ്റിയിൽ നീറുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന് നിന്നോട് കരുണയുണ്ടായിരുന്നു എന്ന് ദൂതന്മാരുടെ ഇടപെടലിൽ കൂടെ നീ മനസ്സിലാക്കും. ദൈവ പൈതലേ, ഏഞ്ചലിക് റെലം ആക്ടിവേറ്റ് ആകുന്നത്, ചില ഏഞ്ചലിക് ഇന്റർവെൻഷൻസ്, ചില ഇടിയും കൽമഴയും, വഴി തടഞ്ഞ ചില ഫറവോൻ പുറമോട്ട് മാറുന്നത് കാണും, 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 കാണും. പരിശുദ്ധാത്മാവ് ചിലരെ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ജീവിതത്തിൽ ചില വിഷയങ്ങൾ താമസിക്കും. പക്ഷേ താമസിക്കുമ്പോൾ നാം ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 24:48. എന്നാൽ അവൻ ദുഷ്ടദാസനായി, യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ. ജീസസ് 48-ാം വാക്യം, ഈ 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. അപ്പൊ ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ ഇദ്ദേഹം ആരായിരുന്നു? വിശ്വസ്തനും ബുദ്ധിമാനുമായിരുന്നു. പക്ഷെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ആരായി തീർന്നു? ദുഷ്ടദാസനായി.
ജീവിതത്തിൽ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കുമ്പോൾ, we should not lose our integrity. We should not lose our faithfulness. Things may late. സംഗതികൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചിലത് താമസിച്ചേക്കാം. ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തത് വിശ്വസ്തനും ബുദ്ധിമാനുമായിരുന്നപ്പോൾ, പക്ഷെ ഹൃദയത്തിനകത്ത് തോന്നി യജമാനൻ വരുവാൻ താമസിക്കുന്നു, യജമാനൻ വരുവാൻ താമസിക്കുന്നു. ഹൃദയത്തിനകത്ത് എവിടെയോ ദൈവപ്രവൃത്തി താമസിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ he became a wicked servant. അവൻ ദുഷ്ടദാസനായി. He lost his integrity. He lost his faithfulness. എന്ന് പറഞ്ഞാൽ അവന്റെ ദൈവിക ബന്ധത്തിനകത്ത് ഇടിവ് സംഭവിച്ചു. നെക്സ്റ്റ്, അടുത്തതായിട്ട് പറയുകയാണ്, യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാൻ തുടങ്ങി. കൂട്ടുദാസന്മാരെ. He lost his peace. He lost his rest. ചില വിഷയങ്ങൾക്ക് താമസം വന്നു കഴിഞ്ഞാൽ കൂട്ടുദാസനെ അടിക്കും. വീട്ടിൽ ഇറിറ്റേറ്റ് ആകും. ഭാര്യയുടെ അടുക്കൽ ഇറിറ്റേറ്റ് ആകും. ഭർത്താവിന്റെ അടുക്കൽ ഇറിറ്റേറ്റ് ആകും. പേരൻസിന്റെ അടുക്കൽ ഇറിറ്റേറ്റ് ആകും. സഹപ്രവർത്തകരുടെ അടുക്കൽ ഇറിറ്റേറ്റ് ആകും. Why are you getting irritated? എന്റെ കാര്യം നടക്കുന്നില്ല, എന്റെ കാര്യം നടക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നോ നോ, വൈകിയാലും നമ്മൾ കാത്തിരിക്കുക. Do not be irritated. You should not lose your peace with God. You should not lose your inner peace. Be in peace. യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് അവൻ കൂട്ടുദാസന്മാരെ അടിക്കാൻ തുടങ്ങി. He lost his peace. അവന്റെ കുടുംബത്തിലെ സമാധാനം പോയി. എന്നിട്ട് അടുത്തത് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കുടിയാന്മാരോടുകൂടെ തിന്നു കുടിപ്പാൻ തുടങ്ങി. He lost his separation. ഞാൻ എന്തിനാ എന്നും ഇങ്ങനെ ദൈവാലയത്തിൽ വന്നിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? ഞാൻ എന്തിനാ എന്നും ഈ വചനം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ വിശുദ്ധന്മാരോടുകൂടെ നടക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ അഭിഷക്തന്മാരോടുകൂടെ നടക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ട് എനിക്കൊന്നും കാര്യങ്ങൾ പെട്ടത്തിൽ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുടിയാന്മാരുടെ കൂടെ തിന്നാൻ പോവുക. മതി, പ്രാർത്ഥിച്ചതൊക്കെ മതി, ഉപവസിച്ചതൊക്കെ മതി, എനിക്ക് മടുത്തു, എനിക്കിനി വയ്യ. യജമാനൻ വരാൻ താമസിക്കുന്നുവെന്ന് കണ്ട് അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. 2, അവന്റെ വേർപാട് നഷ്ടപ്പെട്ടു. He mingled with the other people. He lost his separation. പക്ഷെ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നു. എന്റെ സഹോദരങ്ങളെ, ഇന്നലകളിൽ നീ പ്രതീക്ഷിച്ച പല സമയത്തും കർത്താവ് വന്നില്ലായിരിക്കാം, ഇടപെട്ടില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നിരൂപിക്കാത്ത, അറിയാത്ത ഒരു നാളിലും നാഴികയിലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അവൻ വിശ്വസ്തനായിരുന്നു, അവൻ ബുദ്ധിമാനായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ വിടുതലുകൾ താമസിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ താമസിക്കുമ്പോൾ അവൻ ദുഷ്ടദാസനായി. അവൻ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവൻ വേർപാട് നഷ്ടപ്പെടുത്തി കുടിയാന്മാരോടുകൂടെ പോയി. എന്നാൽ ഇതൊക്കെ പോയിട്ടും അവൻ നിരൂപിക്കാത്ത സമയത്ത് യജമാനൻ വന്നു. കാര്യങ്ങൾ താമസിച്ചാലും സിംപിളി പറയട്ടെ, നമ്മൾ ഇറിറ്റേറ്റ് ആകരുത്. ചിലപ്പോൾ ചില വിടുതലുകൾ താമസിച്ചേക്കാം, ചിലപ്പോൾ ചില നന്മകൾ താമസിച്ചേക്കാം. ഇറിറ്റേറ്റ് ആകരുത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. 2 മത്തായി സുവിശേഷം 25-ാം അധ്യായം, ഇതേ വാക്യങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ 25-ാം അധ്യായം 5-ാം വാക്യം, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്കിപ്പം കൃപാവരം കിട്ടും, എനിക്കിപ്പം കാര്യങ്ങൾ നടക്കും. പക്ഷേ മണവാളൻ വരാൻ താമസിച്ചപ്പോൾ
മണവാളൻ വരിക എന്ന് പറഞ്ഞാൽ സന്തോഷം വരിക എന്നാണ് അതിന്റെ അർത്ഥം. സന്തോഷം വരാൻ താമസിച്ചപ്പോൾ, കാത്തിരുന്നതൊക്കെ വരാൻ താമസിച്ചപ്പോൾ ഇതിനകത്ത് മയക്കം പിടിക്കാൻ തുടങ്ങി. ആദ്യം പ്രാർത്ഥിച്ചതുപോലെ ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഉപവസിച്ച പോലെ ഉപവസിക്കാൻ പറ്റുന്നില്ല. ആദ്യം ആ തീഷ്ണത ഇപ്പം ദൈവം ചെയ്യും കർത്താവേ എന്ന് പറഞ്ഞ രാത്രിയിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ മണവാളൻ വരാൻ താമസിച്ചപ്പോഴത്തേക്ക് സന്ധ്യാപ്രാർത്ഥന പോലും ഒഴുക്കൻ മട്ടിലായി. കാര്യങ്ങൾ താമസിക്കുമ്പോൾ നമ്മുടെ ആത്മീയത മയങ്ങിപ്പോകരുത്. കാര്യങ്ങൾ താമസിച്ചാലും നമുക്ക് ഉണർവുള്ളവരായി തന്നെ നിൽക്കാം. വായിച്ച ആദ്യ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, താമസിച്ചാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. കാര്യങ്ങൾ താമസിച്ചാലും നീ നടക്കേണ്ടത് എവിടെ തന്നെ? കാര്യങ്ങൾ താമസിച്ചാലും നീ നടക്കേണ്ടത് ദൈവാലയത്തിൽ തന്നെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ താമസിച്ചാലും നീ ദൈവസഭയോട് ചേർന്ന് നിൽക്ക്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തോട് കണക്റ്റായി നിൽക്ക്. പ്രാർത്ഥനയിൽ കണക്റ്റായി നിൽക്ക്. അഭിഷേകത്തിൽ കണക്റ്റായി നിൽക്ക്. കൃപാവരത്തിൽ കണക്റ്റായി നിൽക്ക്. ദൈവ സാന്നിധ്യവുമായി കണക്റ്റായി തന്നെ നിൽക്ക്. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്, ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. കർത്താവ് വേഗത്തിൽ ചെയ്യാനുള്ളത് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ബി ഇൻ അവർ ഫെയ്ത്ത്. വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. നീ ഒരൊറ്റ കാര്യം ചെയ്തു കൊള്ളണം, നീതിമാൻ വിശ്വാസത്താൽ, ലിവ് ബൈ ഫെയ്ത്ത്, ബി ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, കർത്താവിനായി കാത്തിരിക്കാം. ദൈവം നമ്മളെ തള്ളിക്കളകയില്ല, കൈവിടുകയില്ല. ഇടിയും കന്മഴയും പെയ്ച്ച് ദൂതന്മാരെ അയച്ച് ഇടപെട്ട് ദൈവം കാര്യങ്ങളെ തൽസമയത്ത് നടത്തിത്തരും. വിശ്വസിക്കാം, കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിഷിക്ത കുടുംബങ്ങളെ, ദൈവങ്ങളെ ഒക്കെയും കർത്താവ് കൺമണി പോലെ പരിപാലിച്ച് നിത്യതയ്ക്കായി ഒരുക്കട്ടെ. സർവ്വ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ കൽപ്പിക്കട്ടെ. God bless you. Thank you very much. God bless you.